നാട്ടടുക്കളയിൽ തയ്യാറാക്കുന്നത് ഒരു കൽത്തപ്പാണ്. അതിനു വേണ്ടി 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 5 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇതൊരു 1/2 കിലോ ഉണ്ട്. നമ്മൾ കുറച്ച് അധികം ഉരുക്കി വെച്ചാൽ സാരമില്ല, നമുക്ക് നോക്കിയിട്ട് മധുരം അതിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ എടുത്തിരിക്കുന്നത് ഇങ്ങനെ നുള്ളിയിട്ട് 2 നുള്ള് തേങ്ങ, ഇങ്ങനെ 2 നുള്ള് ചോറ്, ഇത്രയും സാധനങ്ങൾ അതിനെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വെല്ലം ഉരുക്കിയെടുക്കാം. ഇനി സ്റ്റൗ കത്തിച്ച് വെല്ലം ഉരുക്കാൻ വെക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിനി ഉരുക്കി വരട്ടെ. ഇത് നന്നായി കുതിർന്ന് വരുന്നുണ്ട്. ഇത് നല്ലോണം കഴുകി എടുത്തിട്ട് നമുക്കിനി ഞാനിത് അരച്ചെടുക്കട്ടെ. അരച്ചെടുത്തിട്ടുണ്ട്. ഇതേ കൊഴുപ്പിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. നല്ലോണം അരയാണ് ഇത്. അതായത് നമുക്കിതിൽ 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമുക്ക് ഉരുക്കി വെച്ച വെല്ലം ചൂടോടെ ഒഴിക്കണം. ഞാനിത് അരച്ച് വെച്ചിട്ടുണ്ട്, നല്ല ചൂടുണ്ട്. ചൂടോടെ ഒഴിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. മധുരം നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം. വെല്ലമെല്ലാം ചേർത്ത് നല്ലവണ്ണം ഇളക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ വെള്ളമാക്കണം നമ്മൾ ചുടുമ്പോൾ. അധികം കട്ടിയാൻ പാടില്ല. ഇത്ര വെല്ലം ബാക്കിയുണ്ട്. നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ഏലക്ക പൊടിച്ചതാണ്. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ പാകം. ഇതേപോലെ വെള്ളമാക്കണം. നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു കുക്കർ ഞാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇത് ഞാനിവിടെ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ്. ഇതിലേക്ക് അത്ര തന്നെ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിന് ഞാൻ തേങ്ങാക്കൊത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ഉണങ്ങിയ തേങ്ങയാണ്. ഇതും ഉള്ളിയും കൂടി ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. 1 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വഴണ്ടി വെക്കാം. ഉള്ളി കുറച്ച് വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഇതിനകത്തേക്ക് എടുത്തിട്ടിടാം. നല്ലാടി ആവുമല്ലോ, ഈ കൂട്ടിലേക്ക് എടുത്തിട്ടിടാം. നമുക്ക് ഇത് ഞാൻ കലത്തപ്പം കേക്കെല്ലാം ചൂടുന്ന കുക്കറായിരുന്നു. ഇത് നല്ല ആകുന്നു ഇങ്ങനെ ചൂട്ടിച്ചാണ്. നമ്മൾ ഈ ഉള്ളിലൂടെ മൂടിയിടുന്ന കുക്കർ നല്ല ഇതാണ് കലത്തപ്പത്തിനും കേക്കിനെല്ലാം. ഇനി ഇത് നമുക്ക് നല്ല ചൂടായി, കുക്കർ നല്ല ചൂടാണ് നമ്മളിത് ഒഴിക്കുന്ന സമയത്ത്. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ മൂടി വെക്കാം. ഇതിൻ്റെ പേറ്റ് ഊരി വെക്കണോ, ഇടാൻ പാടില്ല. ഇത് ഊരി വെക്കാം. 20 മിനിറ്റാണ് ഇതിൻ്റെ കണക്ക്. ഇനി കുറച്ച് സമയം, 1 സെക്കൻഡ് മാത്രം നമ്മൾ വലിയ തീയിലാക്കി വെച്ചിട്ട് പിന്നെ അപ്പം തന്നെ നമ്മൾ ചെറിയ തീയിൽ 20 മിനിറ്റ് വെക്കണം. ഇനി ഞാനിത് ചെറിയ തീയാക്കി വെക്കുന്നു. ഇനി ഇതിലേക്ക് കൂടെ നല്ല ആവി വരും. അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ബന്ധിനൊന്നല്ലോ. എന്നിട്ട് ബന്ധിച്ചാൽ നമുക്ക് മൂടി വെക്കാം. നമ്മളപ്പം ആയോ നോക്കാം. നമ്മൾ ബന്ധിനൊന്ന് ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നോക്കിയാൽ മതി. പറ്റുന്നുണ്ടെങ്കിൽ ബന്ധില്ല. ഇത് നല്ല വെന്തിട്ടുണ്ട്. അത് നമ്മൾ കുറച്ച് വേകുന്നില്ലാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ 20 മിനിറ്റ് കറക്റ്റ് ആയിട്ടുണ്ട്. ഞാനിത് കുക്കർ മൂടിയിട്ട് ഇതേപോലെ വെയിറ്റാണ്ട് വെച്ചു. തീ ഓഫാക്കി ഇങ്ങനെ വെച്ചിട്ട് തണിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. നമ്മളെ കലത്തപ്പം തണിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് എടുത്ത് മാറ്റാം. നല്ല അടിയൊന്നും കരിഞ്ഞിട്ടില്ല. ഇതാ നല്ല ഇതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.